ഡോക്ടർ മോഹൻ വർഗീസ്, കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് നടക്കുന്ന CJP പ്രതിഷേധത്തിനിടെ മുംബൈയിൽ പോലീസ് വാൻ തടഞ്ഞ യുവതിയുടെ ഒറ്റയാൾ പോരാട്ടം ഇന്നലെ വൈറലായതാണ്. 27-കാരിയായ മോഡൽ റിയയാണ് അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതിഷേധക്കാരുമായി പോകുകയായിരുന്ന പോലീസുകാരുടെ വാൻ തടഞ്ഞ് പ്രതിഷേധിച്ചത്. വാനിന് മുന്നിൽ നിന്ന് റിയ മാറാൻ വിസമ്മതിച്ചതോടെ പോലീസ് ഒടുവിൽ വിദ്യാർത്ഥികളെ വിട്ടയക്കേണ്ടിയും വന്നു. ഇങ്ങനെയുള്ള പോരാട്ടത്തിനിടയിൽ തന്നെയാണ് സമരത്തിൽ ദേശവിരുദ്ധ വർഗീയ ശക്തികൾ കടന്നുകൂടിയതായിട്ടുള്ള ആശങ്കയുമുയരുന്നത്. മൈക്കിലൂടെ ആരോ വർഗീയ മുദ്രാവാക്യങ്ങൾ വിളിച്ചു പറയുന്നു. കഥയറിയാതെ സമരക്കാരിൽ ഒരു വിഭാഗം അത് ഏറ്റുവിളിക്കുന്നു. ഇത് ജന്തർ മന്ദറിൻ്റെ പല ഭാഗത്ത് നടക്കുന്നതായി മാധ്യമ റിപ്പോർട്ടുകൾ വരുന്നുമുണ്ട്. ഇത് CJP സമരത്തിൻ്റെ ദിശ മാറ്റാനുള്ള വർഗീയ കക്ഷികളുടെ ശ്രമമാണോ, അതോ സമരത്തിൻ്റെ ഉദ്ദേശത്തെ മറ്റൊന്നായി വ്യാഖ്യാനിച്ച് സമരത്തെ തന്നെ പൊളിക്കാനുള്ള പദ്ധതിയാണോ? ഒരു സമരം പൊളിക്കാനുള്ള ഒന്നാന്തരം തന്ത്രം, കുതന്ത്രം എന്ന് വേണേൽ പറയാം, ആണ് ഇതിനിടയിലേക്ക് ചില നുഴഞ്ഞു കയറ്റക്കാരെ വിട്ട് അനാരോഗ്യപരമായ ചില പ്രവണതകൾ കൊണ്ടുവരിക. ഒന്നുകിൽ ഒരു വിസ്പർ ക്യാമ്പയിൻ നടത്തുക, ഒരു ചെവിയിൽ ചെന്ന് പറയുക ചില കാര്യങ്ങൾ, ഒരു 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 ഫിയർ സൈക്കോസിസ് അവിടെ ഡെവലപ്പ് ചെയ്യുക. അതാണ് ഒരു മാർഗം. അത് സമാധാനപര മാർഗമാണ്. അവസാനം തല്ലിപ്പിരിയും. നേതാക്കളെ തമ്മിൽ പരസ്പരം തല്ലിക്കുക. ഇപ്പോൾ തന്നെ ഈ നേതാവെന്ന് പറയാൻ കഴിയില്ല എങ്കിലും നിരാഹാര സമരം നടത്തിയ സോനം വാങ്ചുക്ക് ഇപ്പോൾ കൂറുമാറിയ മട്ടാണ്. ഇപ്പോൾ അദ്ദേഹം നിരാഹാരമൊക്കെ നടത്തി. ഇനിയിപ്പോൾ CJPയുമായിട്ട് നേരിട്ട് എത്രയും ബന്ധപ്പെടുമെന്നറിയില്ല. അണ്ണാ ഹസാരെ അങ്ങ് റാളെഗൗൺ സിദ്ധിയിൽ ഇരുന്നു കൊണ്ട് അനുഗ്രഹിച്ചിട്ടുണ്ട് ഈ യുവജനങ്ങളെ. അത് എന്താണോ അനുഗ്രഹത്തിനർത്ഥം എന്നും അറിയില്ല. പക്ഷേ ഇവരുടെ ഇപ്പം ജൻസിയുടെ ഒരു പ്രത്യേകത, ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പിന്തുണക്കാരുടെ ഒരു പ്രത്യേകത, ഇവർക്ക് ആരുടെയും പിന്തുണ വേണ്ട, തങ്ങളുടെ കഴിവിൽ തന്നെ തങ്ങൾക്ക് വിശ്വാസമുള്ളതുപോലെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അവരെ തകർക്കാൻ ഒരു ഘടനയില്ലാത്തതുകൊണ്ടാണ്, തകർക്കാൻ ബുദ്ധിമുട്ടാണ്. അവരൊരു ആവേശത്തിൽ ഒരുമിച്ച് നിൽക്കുകയാണ്. അവർക്കിടയിൽ ഒരു വലിപ്പച്ചെറുപ്പങ്ങൾ ഇപ്പോൾ ഇല്ല. ഈ വലിപ്പച്ചെറുപ്പങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് സമരത്തെ തകർക്കാനുള്ള. ഒരു പ്രസിഡന്റും സെക്രട്ടറിയും കമ്മിറ്റിക്കാരും ഉണ്ടെങ്കിൽ കുറേ പേരെ ഒരുമിച്ച് നിർത്തി മറ്റവരെ അടുപ്പിക്കുക. ഇതൊക്കെയാണ് ഒരു മാർഗം. ഇനി മറ്റൊന്ന്, ഒരു സമരം പൊളിക്കാൻ ഏറ്റവും നല്ല മാർഗം എന്താ? പരമ്പരാഗതമായി BJPയും സംഘപരിവാർ ഉപയോഗിച്ച മാർഗമാണ് ദേശവിരുദ്ധത അങ്ങോട്ട് ആരോപിക്കുക. വെറുതെ ആരോപിച്ചാൽ പോരാ, ദേശവിരുദ്ധമായ ഒന്നോ രണ്ടോ മുദ്രാവാക്യങ്ങളങ്ങ് മുഴക്കുക. ആസാദി എന്ന മുദ്രാവാക്യം എത്രത്തോളം ദേശവിരുദ്ധമാവും? സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അത്ര, ഫ്രീഡം എന്ന് പറഞ്ഞാൽ അത് ദേശവിരുദ്ധമാണോ? ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ ഈ കനയ്യകുമാറും കൂട്ടരും ആസാദി എന്ന് മുദ്രാവാക്യം വിളിച്ചു. അതെങ്ങനെയാണ് ദേശവിരുദ്ധമാവുക? സ്വാതന്ത്ര്യ സമരകാലത്ത് നമ്മൾ ആസാദി എന്ന് വിളിച്ചു. അത് ബ്രിട്ടീഷുകാരുടെ മേൽക്കോയ്മയ്ക്കെതിരെയുള്ള ഒരു പ്രതിഷേധമാണ്. ഇപ്പോൾ ഇതാ ജനങ്ങൾ തിരഞ്ഞെടുത്തൊരു ഗവൺമെൻറ്റുണ്ട്, അതിനെതിരെ ആസാദി എന്ന് വിളിച്ചാൽ അത് രാജ്യദ്രോഹമാണ് എന്ന രീതിയിൽ വിശകലനങ്ങളുണ്ടായി. അതും വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ആസാദി എന്ന മുദ്രാവാക്യം പോലും ഒബ്ജക്ഷണബിൾ ആകുന്ന ഈ കാലഘട്ടത്തിൽ എന്ത് മുദ്രാവാക്യം വിളിച്ചാലും, അതുകൊണ്ട് ഇപ്പോൾ ഈ കൊടും ഭീകരരായി മുദ്ര കുത്തപ്പെട്ട ചിലരുടെയൊക്കെ റിലീസ് മുദ്രാവാക്യ രൂപത്തിൽ ആവശ്യപ്പെടുന്നു. അപ്പോൾ ഇത് പാകിസ്ഥാനാണ് അതിന് പിന്നിൽ, അല്ലെങ്കിൽ ഇസ്ലാമിക ഭീകരരാണ് അതിന് പിന്നിൽ എന്ന് പറഞ്ഞാൽ അത് ആ പരിപ്പ് ഇന്ത്യയിലെ ചട്ടിയിൽ വേകുന്ന ഇടങ്ങളുണ്ട്. അത് തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യും. കാശ്മീർ വിഷയം, ആർട്ടിക്കിൾ 370 ഒരു ബാനർ വെറുതെ ഇനി ആർട്ടിക്കിൾ 370 എന്ന് മാത്രം എഴുതി ഒരു ബാനർ ഉയർത്തി കാണിച്ചു എന്ന് പറഞ്ഞാൽ ഇത് കാശ്മീർ വിഷയവുമായി ബന്ധപ്പെട്ട്, അപ്പോൾ വിഘടനവാദികൾ അല്ലെങ്കിൽ കാശ്മീരിനെ ശിഥിലമാക്കാനുള്ള ചില ശക്തികൾ ആണ് ഇതിന് പിന്നിൽ എന്ന നറേറ്റീവ് കൊടുക്കാൻ കഴിയും. പണ്ട് കർഷക സമരത്തിൻ്റെ സമയത്ത് അത് പൊളിക്കാൻ വേണ്ടി പറഞ്ഞത് എന്താ? കൂടുതലും സിഖുകാരായിരുന്നു. ഇവിടെ പഞ്ചാബിലാണല്ലോ കർഷകർ ഒരുപാടുള്ളത്. അവരാണ് ഡൽഹിയുടെ പ്രാന്തപ്രദേശങ്ങളിൽ കർഷക സമരത്തിന്, ഫാം ബില്ലിനെതിരെയുള്ള കർഷക സമരത്തിൽ പങ്കെടുത്തത്. താടിയും മുടിയും കൃപാണും ഒക്കെയുള്ള സിഖുകാർ ഖലിസ്ഥാൻവാദികളാണെന്ന് ഒറ്റ ആട്ടിയെ കൊണ്ട് അടിക്കുകയാണ്. അവരെല്ലാം ഖലിസ്ഥാൻവാദികളാണ്, ഈ കർഷക സമരത്തിന് പിന്നിൽ ഖലിസ്ഥാൻവാദമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവർ നല്ല പോരാട്ട വീര്യമുള്ളവരായിരുന്നു സിഖുകാർ. അവർ പറഞ്ഞു പോയി പണി നോക്കാൻ പറഞ്ഞു. അങ്ങനെ കർഷക സമരം അങ്ങനൊന്നും പറഞ്ഞു പൊളിക്കാനായില്ല. അവർ ഉദ്ദേശിക്കുന്നിടത്ത് കൊണ്ടേ പോയുള്ളൂ. ഫാം ബിൽസ് 3 ബില്ലുകൾ പിൻവലിക്കേണ്ടി വന്നു. അതുമാത്രമാണ് ഒരു വിജയഗാഥ എന്ന് പറയുന്നത്. രോഹിത് വേമുലയുടെ പോരാട്ടം, രോഹിത് വേമുല മരിച്ചപ്പോൾ അതിനെതിരെ ദളിത് സംഘടനകളും ആക്ടിവിസ്റ്റുകളും ഒക്കെ തന്നെ പോരാടി. അപ്പോൾ അവരെയൊക്കെ അർബൻ നക്സലുകളെന്ന് വിളിച്ചുകൊണ്ടാണ് നേരിട്ടത്. ഇവിടെ സംവിധാനം തകർക്കാൻ വേണ്ടി ഇറങ്ങിക്കൂട്ടിയ ഒരു കൂട്ടം ആളുകൾ. ഇപ്പോൾ പാർട്ടിയെക്കുറിച്ചും പറയുന്നത് അതാണ്. അവർ കരണ്ട് തിന്നുകയാണ്, രാജ്യത്തിൻ്റെ സമാധാനം കരണ്ട് തിന്നുകയാണ്. BJPയുടെ പല നേതാക്കളുടെ ഭാഗത്തു നിന്നും പ്രസ്താവനകൾ വന്നു. ഈവൻ സിനിമാ താരങ്ങളിൽ ചിലർ പോലും ഇപ്പോൾ
ഈ കൂടുതൽ പേരും പരസ്യമായി CJP കൂടുതൽ പേര് അഭിപ്രായം പറഞ്ഞില്ലത് മറ്റൊരു കാര്യം. അവരെല്ലാം സുരക്ഷിതത്വം ആഗ്രഹിക്കുന്ന ആളുകളല്ലേ, എന്തിനു പറഞ്ഞ പേര് മോശമാക്കണം. ഇനി പറഞ്ഞ ആളുകളിൽ പലരും ഈ രാജ്യവിരുദ്ധ ശക്തികൾ ഇതിനുള്ളിൽ നുഴഞ്ഞു കയറിയാൽ രാജ്യത്തിനെന്ത് സംഭവിക്കും? ന്യായമായ സംശയമാണ്. പക്ഷേ ഒരു ന്യായമായ കോസിന് വേണ്ടി ചെറുപ്പക്കാർ തെരുവിലിറങ്ങുമ്പോൾ സ്വാഭാവികമായി ഇങ്ങനെയുള്ള ഛിദ്രശക്തികൾ ഇതിനിടയിൽ നുഴഞ്ഞ് കയറും. അത് കയറില്ല എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. പക്ഷേ കയറിയാലും അത് കണ്ടെത്താനുള്ള സുരക്ഷാ ഏജൻസികളുണ്ട്, ഇൻ്റലിജൻസ് സംവിധാനങ്ങളുണ്ട്. ഇൻ്റലിജൻസ് ഏജൻസികളൊക്കെ എവിടെയായിരുന്നു? അവർ കൊടുത്ത റിപ്പോർട്ടുകളൊക്കെ എവിടെ പോയി? ഈ പാറ്റ പാർട്ടി ഇത്രയും പേര് ഈ ജന്തർ മന്ദറിലും പാർലമെൻറ്റ് സ്ട്രീറ്റിലും ഒക്കെ സംഘടിക്കാൻ പറ്റുന്നു എന്ന് റിപ്പോർട്ട് കൊടുക്കാൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല? അവരുടെ മൂവ്മെൻറ്റ് എങ്ങനെ? അപ്പം നമ്മുടെ ഇൻ്റലിജൻസ് ഏജൻസികളുടെ റിപ്പോർട്ടിങ്ങിൽ ഒരുപാട് പാളിച്ചകൾ വന്നു, അവർക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. അപ്പോൾ സുരക്ഷാ ഏജൻസികളെക്കുറിച്ചുള്ള നമ്മുടെ അഭിമാന ബോധം കുറേയൊക്കെ പാഴായിരുന്നു എന്ന് വേണം കരുതാൻ. ഈ ഇൻ്റലിജൻസ് പാളിപ്പോയത് കൊണ്ടാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് തീരുമാനമെടുക്കാൻ കഴിയാതെ വന്നത്. അല്ല എങ്കിൽ ഒരു പക്ഷേ ഈ ന്യായമായ തീരുമാനമെടുത്ത് ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റി മുന്നോട്ട് പോകാനാവുമായിരുന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം ഇത്രയുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇനി മാറ്റുന്നത് ഭീരുത്വമാണ്. പക്ഷേ അതിന് മുൻപ് തന്നെ മാറ്റാമായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ നേരത്തെയും ഇതേ അഭിപ്രായം തന്നെ ഞാൻ പറഞ്ഞതുകൊണ്ട് ആവർത്തിച്ചു എന്ന് മാത്രം. അതുകൊണ്ട് രാജ്യവിരുദ്ധ ശക്തികൾ ഈ സമരം ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോകുന്നു. ബംഗ്ലാദേശിൽ സംഭവിച്ചത്, നേപ്പാളിൽ സംഭവിച്ചത് ഇവിടെയും സംഭവിക്കും, ജാഗ്രതേ എന്ന് മാത്രം പറഞ്ഞതുകൊണ്ട് ഈ സമരത്തെ പിന്തള്ളാനാവില്ല. കാരണം ഇത് ജെൻസിയാണ്, കർഷകരല്ല, ദളിത് ആക്ടിവിസ്റ്റുകളല്ല, ഏതെങ്കിലും ഫങ്ഷണൽ ഗ്രൂപ്പുകളല്ല. പൗരത്വ ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ടത് പറയുമ്പോൾ അത് മുസ്ലിങ്ങൾ അവർക്ക് വേണ്ടിയാണ് എന്ന് പറയും. ഇതൊന്നുമല്ല. ഇവരിൽ ഹൈന്ദവ രക്തമല്ല, മുസ്ലിം രക്തമല്ല, ക്രൈസ്തവ രക്തമല്ല, അവരിലൂടെ ഓടുന്നത് യുവരക്തമാണ്, റെസിസ്റ്റൻസിൻ്റെ രക്തമാണ്. അവർ കൊണ്ടേ പോകൂ എന്ന നിലപാടിലാണ്. നാളെ ഒരു പാർട്ടിയായി മാറിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അതിൽ പടലപിണക്കങ്ങളുണ്ടാകും. അരവിന്ദ് കെജ്രിവാളിൻ്റെ പാർട്ടിക്ക് സംഭവിച്ചതുപോലെയുള്ള അപജയങ്ങൾ നിർബന്ധമായും അത് സംഭവിക്കും. അങ്ങനെയാണ് ഇന്ത്യയുടെ രീതി, അങ്ങനെയാണ്. ഏത് രാഷ്ട്രീയ കക്ഷിക്കും നിലനിൽക്കണമെങ്കിൽ പണം ആവശ്യമുണ്ട്. അത് പല രീതിയിൽ അനാരോഗ്യപരമായി നേടേണ്ടി വന്നേക്കാം. ചില ജാതിപരമായ പ്രീണനങ്ങളൊക്കെ വേണ്ടി വന്നേക്കാം. ഇതൊക്കെ വോട്ട് ബാങ്ക് പൊളിറ്റിക്സാണ്. അതിലേക്ക് വന്നാൽ പിന്നെ CJPയുടെ പ്രസക്തി നഷ്ടപ്പെടും ഒരു പാർട്ടിയെ മാറുകയാണെങ്കിൽ. പക്ഷേ ഇപ്പോൾ നിലവിൽ ഇവരെ പിരിച്ചുവിടാൻ ബുദ്ധിമുട്ടാണ്. ഇവർക്ക് രാജ്യവ്യാപകമായി പിന്തുണയേറുമ്പോൾ അവർ പിരിഞ്ഞു പോകാൻ വിസമ്മതിക്കുന്നു, ദിവസങ്ങളോളം, മാസങ്ങളോളം. അതുകൊണ്ട് എന്താ സംഭവിക്കുക? ഇന്ത്യയുടെ സൽപ്പേര്, കീർത്തി വിദേശങ്ങളിൽ കുറയുന്നു. അത് രാജ്യദ്രോഹമാണോ എന്ന് ചോദിച്ചാൽ അത് ഗവൺമെൻറ് അഡ്രസ്സ് ചെയ്യേണ്ട വിഷയമല്ലേ? ഇവരുന്നയിക്കുന്ന വിഷയം ആഭ്യന്തരമായി ഉന്നയിക്കുന്ന വിഷയമാണ്. ഇന്ത്യയിൽ ആകമാനം കാര്യങ്ങൾ താറുമാറായിരിക്കുന്നു. വിദേശ രാജ്യങ്ങളിലെ പ്രതിനിധികൾ ഇന്ത്യ സന്ദർശിക്കുന്നു, ഡൽഹി സന്ദർശിക്കുന്നു. അവിടെ കാണുന്ന ചിത്രം ഇതാണ്. ഇവിടുന്ന് നല്ല വാർത്തകളൊന്നും അല്ലല്ലോ വിദേശത്തേക്ക് പോകുന്നത്. കൂടുതലായും നെഗറ്റീവ് വാർത്തകളാണ് വാർത്തകളെന്ന് പറയുന്നത്. ഈ നെഗറ്റീവ് വാർത്തകളാണ് ഇന്ത്യയെക്കുറിച്ച് പോകുന്നത്. എത്രയോ നല്ല കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നു, അതൊന്നും വാർത്തയാവില്ല. ഇനി വാർത്തയെക്കുറിച്ച് കൂടി ഒരു കാര്യം പറഞ്ഞാലേ ഇത് കംപ്ലീറ്റ് ആകൂ. എന്ത് വാർത്തയാണ് ഇന്ത്യയിൽ? ഗോദി മീഡിയയാണ് ഈ സമരക്കാർ ഇപ്പോൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നു, ഞങ്ങൾ ഈ പത്രം വായിച്ചിട്ടോ അല്ലെങ്കിൽ ചില മുഖ്യധാര ടെലിവിഷൻ ചാനലുകൾ കണ്ടിട്ടോ അല്ല അഭിപ്രായം രൂപീകരിക്കുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സോഷ്യൽ നെറ്റ്വർക്കിംഗ് കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരും മാധ്യമമാണ്. അതുകൊണ്ട് ഗോദി മീഡിയ മടിത്തട്ടിൽ വെച്ച് താലോലിച്ച് ഭരണകൂടം വളർത്തിയെടുക്കുന്ന മാധ്യമങ്ങൾ, ആ ടാഗ് വീണ ചില പത്രക്കാരുടെയും റേഡിയോക്കാരുടെയും ടെലിവിഷനുകളുടെയും ലേഖകന്മാർ, റിപ്പോർട്ടേഴ്സ് ബൈക്കുമായി ഇവരുടെ അടുത്ത് വന്നപ്പോൾ അവർ കൂവി ഓടിക്കുന്ന ചിത്രം കഴിഞ്ഞ ദിവസം വൈറലായി. ഒരാളുടെ പുറത്ത് വെള്ളം തളിക്കുന്ന ചിത്രമാണ്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അവരെ മർദ്ദിക്കാനോ, പത്രപ്രവർത്തകരില്ല, അവരെവിടെയും കടന്നു ചെല്ലാൻ അർഹിക്കുന്ന അക്രഡിറ്റേഷനുള്ള ആളുകളാണ്. അവരെ ശാരീരിക ഉപദ്രവം ഏൽപ്പിക്കുന്നത് ന്യായമല്ല. ഇത്രയും പേര് കൂടുമ്പോൾ ചില ഹൂളിഗൻ എലമെൻറ്റ്സ് അല്ലെങ്കിൽ ആവേശക്കാർ ഉണ്ടാവും. അതൊക്കെ സ്വാഭാവികമാണ്. അതൊക്കെ ന്യായീകരിക്കാവുന്നതല്ല, പക്ഷേ സ്വാഭാവികമാണ്. അതുകൊണ്ട് മാധ്യമങ്ങൾ കണ്ണു തുറക്കണമെന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. ഇപ്പം മാധ്യമങ്ങൾ കാണേണ്ടതാരാണ്? നാളുകളിൽ ഇവർ ഈ മുഖ്യധാര മാധ്യമങ്ങൾ കാണുമോ? അത് വലിയ ചോദ്യമാണ്. ടെലിവിഷൻ ചാനലുകളൊക്കെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തുമ്പോൾ വ്യൂവർഷിപ്പിൽ കുറവ് വന്നാൽ എന്താ സംഭവിക്കുക? അപ്പോൾ വിശ്വാസ്യത, ഇപ്പോഴത്തെ മാധ്യമങ്ങൾ, മുഖ്യധാര മാധ്യമങ്ങളുടെ വിശ്വാസ്യത തകർന്നു എന്ന് ഉറക്കെ വിളിച്ചു പറയുകയാണ് CJP. അതത്ര നല്ലതാണോ? ഈ മുഖ്യധാര മാധ്യമങ്ങളുടെ വിശ്വാസ്യത തകർന്നാൽ ബാക്കിയുള്ളത് എന്താ? ഓൺലൈൻ മാധ്യമങ്ങളാണ്. അവർ തോന്നിയതുപോലെ ഒരു ഏകമാന സ്വഭാവമില്ലാതെ അവരെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടാണ്. ചില കമ്മ്യൂണിറ്റികൾ, ചില കൂട്ടായ്മകൾ, അല്ലെങ്കിൽ യൂട്യൂബിൽ ആർക്കും എന്തും അപ്ലോഡ് ചെയ്യാവുന്നൊരു സ്ഥിതി വന്നാൽ
അല്ലെങ്കിൽ ഈ സോഷ്യൽ നെറ്റ്വർക്കിലൂടെ മാത്രം അഭിപ്രായ രൂപീകരണം നടത്തിയാൽ അതിൻ്റെ മറവിൽ ഛിദ്രശക്തികൾ നുഴഞ്ഞു കയറാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് മുഖ്യധാരാ മാധ്യമങ്ങളെ പൂർണ്ണമായി ഒഴിവാക്കുന്നത് നന്നല്ല. പക്ഷേ അവർക്ക് മാറി ചിന്തിക്കാൻ നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്ന, കേന്ദ്ര സർക്കാരിനെ കണ്ണുമടച്ച് പിന്തുണയ്ക്കുന്ന ഈ സമരത്തെ ആദ്യം അവഗണിച്ചു, പിന്നെ തുച്ഛീകരിച്ചു കണ്ടു, പിന്നെ രാജ്യവിരുദ്ധ ശക്തികളുടെ വിളയാട്ടമാണ് സമരക്കാരുടെ പ്രകടനങ്ങൾ എന്നുവരെ പറഞ്ഞു വെച്ച മാധ്യമങ്ങളെ ശരിക്ക് കൈകാര്യം ചെയ്യുന്ന ചെറുപ്പക്കാരെയും ഇതിനകത്ത് കണ്ടു. അതുകൊണ്ട് അവർ രണ്ടും കൽപ്പിച്ചാണ് അവർ കൊണ്ടേ പോകൂ എന്ന് പറയാൻ ഒരുത്തൻ മുന്നിട്ടിറങ്ങിയാൽ അവൻ കൊണ്ടേ പോകൂ. കാരണം നഷ്ടപ്പെടാൻ അവർക്കൊന്നുമില്ല, നേടാൻ ഏറെയുണ്ട്. മടിശീലയുള്ളവർ നഷ്ടപ്പെടാനുണ്ടാവും. ഈ വിദ്യാർത്ഥികൾക്ക് വലിയ മടിശീലയൊന്നുമില്ല. അവർ മടിശീല ഉണ്ടാക്കാൻ വേണ്ടിയാണ്, മെച്ചപ്പെട്ട ജീവിതം നേടാൻ വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത്. അതുകൊണ്ട് അവർ സ്റ്റേറ്റസ് കോ ആഗ്രഹിക്കുന്നില്ല. മുതിർന്ന ആളുകൾ സ്റ്റേറ്റസ് കോ ആഗ്രഹിക്കും, അവർ നല്ല നിലയിലാണ്, മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നിന്നും രാജ്യവ്യാപക മഹാരാഷ്ട്രയിൽ 4 നഗരങ്ങളിൽ, ഔറംഗാബാദിലും പൂനെയിലും പിന്നെ ബോംബെയിലും ഒക്കെ തന്നെ പ്രക്ഷോഭങ്ങൾ അരങ്ങേറുകയാണ്. അവിടെ BJP കാഡറും ഈ CJP പ്രവർത്തകരും തമ്മിലും BJP കാഡറും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിലും ഏറ്റുമുട്ടലുകൾ നടന്നു. പല സംസ്ഥാനങ്ങളിലേക്ക് ഈ സമരം വ്യാപിക്കുമ്പോൾ ഒരു പാൻ ഇന്ത്യ നിറം വരികയാണ്. അർബൻ ഭൂമിയിൽ നിന്നും ഗ്രാമത്തിലേക്ക് കൂടി ഇത് കടന്നു വന്നാൽ അവിടെ നറേറ്റീവ്സ് വ്യത്യാസമാണ്, അവിടുത്തെ തൊഴിൽ സംസ്കാരം വ്യത്യസ്തമാണ്. കുലത്തൊഴിലുകളാണ് പലപ്പോഴും ചെയ്യുന്നത്, കൃഷിയായിരിക്കാം, അങ്ങനെയാണ്. പക്ഷേ അർബൻ സെൻറ്റർ, ഇന്ത്യ ഡസൻ ലിവ് ഇൻ വില്ലേജസ് എലോൺ, ഇന്ത്യ ലിവ്സ് ഇൻ സിറ്റീസ് ഓൾസോ. അതുകൊണ്ട് ഗൗരവമായി വിഷയം പരിഗണിക്കപ്പെടേണ്ടതാണ് എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ഇന്നല്ലെങ്കിൽ നാളെ വാങ്ങിയെടുക്കാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ധർമ്മേന്ദ്ര പ്രധാൻ പുറത്തു പോകാനും സിസ്റ്റം റീവാമ്പിങ്, എഡ്യൂക്കേഷൻ സിസ്റ്റം റീവാമ്പ് ചെയ്യാനും വിശ്വാസത്തെ തിരിച്ചുപിടിക്കാനുമുള്ള സാഹചര്യം ഒരുങ്ങുമെന്ന പൂർണ്ണമായ വിശ്വാസത്തോടെ അവസാനിപ്പിക്കട്ടെ.